നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമ ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. ആനയോട് എങ്ങനെ പറയും അകലം എന്നുള്ളതാണ് തലക്കെട്ട്. അതായത് എഴുന്നള്ളിപ്പിന് പങ്കെടുക്കുമ്പോൾ 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ച് സുപ്രീം കോടതി. ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച കടുത്ത നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്തു. തീർത്തും അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായതെന്നും ജഡ്ജിമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. 2012 നാട്ടാന പരിപാലന ചട്ടങ്ങൾ കർശനമായി പാലിച്ച് ആന എഴുന്നള്ളിപ്പിന് നടത്താമെന്നും കോടതി വ്യക്തമാക്കി. നവംബറിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇനി ആ വാർത്തകൾ എന്തായാലും ആനകളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള രീതികളൊന്നും പൂരപ്പറമ്പുകളിൽ നടത്തുവാൻ പാടില്ല. അങ്ങനെ ആനകളെ പൂരപ്പറമ്പിൽ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതി മുൻപോട്ട് വെച്ചിരുന്നത്. എന്നാൽ ആ ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. മറ്റ് പത്രങ്ങൾ ഏതെങ്കിലും ഈ വാർത്ത നൽകിയിട്ടുണ്ടോ എന്ന് നോക്കാം. ആന എഴുന്നള്ളിപ്പ് 3 മീറ്റർ അകലം വേണ്ട എന്നുള്ള തലക്കെട്ട്. അതിനോടൊപ്പം നെറ്റിപ്പട്ടം ചൂടിയ ആനയുടെ ഒരു ചെറിയ ചിത്രം, അതിൽ നിയന്ത്രണത്തിന് സ്റ്റേ എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് ആ വാർത്ത മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ആദ്യ പേജിൽ ഇടത് ഭാഗത്ത് വലുതായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി സമ്മാനിച്ച സന്തോഷം, കേസുകൾ പിൻവലിക്കണം എന്നടക്കം പാറമേൽക്കാവിൻ്റെയും അതുപോലെ തന്നെ തിരുവമ്പാടിയുടെയും ദേവസ്വം അംഗങ്ങൾ നൽകിയ ഹർജിയുടെ മുകളിലായിരുന്നു ഈ സുപ്രീം കോടതിയുടെ സ്റ്റേ. അതിൽ സന്തോഷം അറിയിക്കുകയാണ് ഇരു കൂട്ടരും. അതും എടുത്ത് ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിൽ ചിത്രങ്ങളൊന്നുമില്ലാതെ വലതുഭാഗത്ത് ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധിക്ക് സ്റ്റേ, നിയന്ത്രണങ്ങൾ അപ്രായോഗികം എന്നത് ഒരു വളരെ സാധാരണമായൊരു തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഈ മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ ആന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് സ്റ്റേ, അപ്രായോഗികമെന്ന് സുപ്രീം കോടതി. 2012 ചട്ടങ്ങൾ പാലിച്ച് ദേവസ്വം ബോർഡുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി നൽകുന്ന ഉത്തരവ്. എന്തായാലും മാധ്യമവും താഴെ ചെറിയൊരു പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. കേരള കൗമുദി കുറച്ചുകൂടെ കൗതുകരമാർന്ന രീതിയിൽ ഒരു ആനയുടെ ചിത്രമൊക്കെ വരച്ച് അതിൽ ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകളും എഴുതി ആണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി നിയന്ത്രണത്തിന് സ്റ്റേ, നിലവിലെ രീതിയിൽ ആന എഴുന്നള്ളിക്കാം എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് സ്റ്റേ ലഭിച്ചിട്ടുള്ളത്? അനിഷ്ട സംഭവത്തിൽ ദേവസ്വം ഉത്തരവാദി, 2012 ചട്ടങ്ങൾ, ഇവയെല്ലാം ഓരോന്നായി എടുത്ത് ആ വാർത്തയിൽ നൽകുന്നുണ്ട് കേരള കൗമുദി. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ക്ഷേത്രോത്സവങ്ങൾ കലങ്ങില്ല, ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി എന്നുള്ള തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ജന്മഭൂമി ആദ്യ പേജിൽ താഴെയായി. ദീപിക എവിടെയും ആദ്യ പേജിൽ അങ്ങനെ വലിയ പ്രാധാന്യം ആ വാർത്തയ്ക്ക് നൽകിയിട്ടില്ല. മലയാള മനോരമയിൽ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അംബേദ്കർ പരാമർശം, ഭരണ പ്രതിപക്ഷ MP നേർക്കുനേർ, സഭയ്ക്ക് പുറത്ത് കയ്യാങ്കളി എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ് അത്. ആ വാർത്തയിൽ പറയുന്നത്, അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിനിടയിൽ പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കയ്യാങ്കളി. ഉന്തിലും തള്ളിലും പരിക്കേറ്റ BJP MPമാരായ പ്രതാപ് ചന്ദ്ര സാരംഗി, മുകേഷ് രാജ്പുത് എന്നിവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഒഡീഷയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ സാരംഗി മുൻ കേന്ദ്ര സഹമന്ത്രിയാണ്. വലതുഭാഗത്ത് ശോഭം നേരിൽ പാർലമെന്റ് കവാടത്തിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ BJP MP പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ നടുവിൽ സമീപത്തേക്ക് ഭരണപക്ഷ MPമാർ രാഹുൽ ഗാന്ധിയെ വിളിച്ചു കൊണ്ടുവന്ന ശേഷം ക്ഷോഭം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ആകെ അലങ്കോലപ്പെട്ട ആ വാർത്തയാണ് മലയാള മനോരമ മറ്റു പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നത്. ആ വാർത്ത മാധ്യമം വഴിതിരിച്ച് BJP എന്ന തലക്കെട്ടോടുകൂടി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ സമരം ചെയ്യുന്ന ചിത്രത്തോടുകൂടി നൽകിയിട്ടുണ്ട്. അംബേദ്കർ പരാമർശം, അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച പ്രതിപക്ഷം, പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ MPമാരെ തടഞ്ഞ് BJP ഉന്തും തള്ളും, 2 BJP MPമാർ ആശുപത്രിയിൽ, രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. 2 പ്രതിഷേധത്തിൻ്റെ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി എന്നാൽ ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യവും നൽകിയിട്ടില്ല. ആദ്യ പേജിൽ എവിടെയും തന്നെ ആ വാർത്ത നൽകിയിട്ടില്ല. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി, അംബേദ്കറിൽ പൊള്ളി പുറത്തും ചൂട്, പാർലമെന്റിൽ പ്രതിഷേധം, കവാടത്തിൽ ഉന്തും തള്ളും, കർണാടകയും UPയും തിളച്ചു എന്ന തലക്കെട്ടോടുകൂടി കർണാടകയിൽ സഭ കൂടുന്നതിന് മുമ്പ് BR അംബേദ്കറുടെ ചിത്രം വെച്ചിരുന്ന ഒരു ദൃശ്യം വളരെ വൈറലായിരുന്നു. ആ കാര്യമൊക്കെ എടുത്ത് അതിൽ പറയുന്നുണ്ട് മാതൃഭൂമിയിൽ. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക, പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ ഭരണപക്ഷ കയ്യാങ്കളി എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകുന്നു. പരാതി നൽകി BJPയും കോൺഗ്രസും എന്ന മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഞാനോടൊപ്പമുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ഭരണപ്രതിപക്ഷ പോര്, പാർലമെന്റ് തിരുമുറ്റം യുദ്ധക്കളം എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകുന്നു.
അത് ആദ്യ പേജിൽ വലത് ഭാഗത്ത് അല്പം പ്രാധാന്യത്തോടെ ഞാൻ നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ പാർലമെൻറ്റിൽ BJP എംപിമാരെ ആക്രമിച്ച് രാഹുൽ എന്ന തലക്കെട്ടോടുകൂടി പൂർണ്ണമായും BJPക്ക് അനുകൂലമാകുന്ന രീതിയിലേക്കാണ് ജന്മഭൂമി വാർത്ത നൽകിയിട്ടുള്ളത്. വലിയ തലക്കെട്ടോടുകൂടി രാഹുലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ BJP MP പ്രതാപ് ചന്ദ്ര സാരംഗി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഒരു ചിത്രവും അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ പത്രങ്ങളും ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മലയാള മനോരമയിലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ. ക്രിസ്മസ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ മാത്രം. ക്രിസ്മസിനോടനുബന്ധിച്ച് 2 മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുടെ നിരാശരാക്കി സർക്കാരിൻ്റെ പ്രഖ്യാപനം. പതിവ് പോലെ വിതരണം ചെയ്യുന്ന പ്രതിമാസ പെൻഷൻ മാത്രമാണ് ക്രിസ്മസിന് നൽകുക. ക്ഷേമ പെൻഷൻ ആദ്യ സസ്പെൻഷൻ 6 പേർക്ക്. ക്ഷേമ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരിൽ 6 പേർക്കെതിരെ ആദ്യ നടപടിയെടുത്ത് മണ്ണു പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ്. വടകര വർക്ക് സൂപ്രണ്ട് നസീബ് മുബാറക്, കാസർഗോഡ് ഓഫീസ് അറ്റൻഡന്റ് KA സാജിദ, പത്തനംതിട്ട പാർട്ട് ടൈം സ്വീപ്പർ ഷീജ കുമാരി, മീനങ്ങാടി പാർട്ട് ടൈം സ്വീപ്പർ P ഭാർഗവി, വയനാട് പാർട്ട് ടൈം സ്വീപ്പർ K ലീല, തിരുവനന്തപുരം പാറോട്ടുകോണം പാർട്ട് ടൈം സ്വീപ്പർ K രജനി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ വാർത്ത മാധ്യമവും ആദ്യപേജിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് 6 പേർക്ക് സസ്പെൻഷൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ദീപികയും അതേ വാർത്ത പ്രധാന കോളത്തിൽ കുറച്ച് വ്യത്യസ്തമായി ആദ്യ പേജിൽ വലത് ഭാഗത്തായി നൽകുന്നു. പെൻഷൻ തട്ടിപ്പ് 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കേരള കൗമുദി ആ വാർത്തയ്ക്ക് കുറച്ചേറെ പ്രാധാന്യം നൽകുന്നു. ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരിയ 6 ജീവനക്കാർക്ക് സസ്പെൻഷൻ. പട്ടികയിൽ 1458 പേരുണ്ട്. അവർക്കെതിരെ എല്ലാം സസ്പെൻഷൻ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ 6 പേർക്കെതിരെയാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഒരു കാർട്ടൂണോടുകൂടി കേരള കൗമുദിയിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ചെറിയ ഒരു പ്രാധാന്യം മാത്രമാണ് ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. ആദ്യ പേജിൽ തന്നെയുണ്ട്. അനധികൃതമായി ക്ഷേമ പെൻഷൻ 6 ജീവനക്കാർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ക്രിസ്മസിന് ഒരു ഗഡു ക്ഷേമ പെൻഷൻ മാത്രം എന്നുള്ള വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നത് ക്രിസ്മസിന് ക്ഷേമ പെൻഷൻ ഒരു ഗഡു എന്നുള്ള തലക്കെട്ടോടുകൂടി വളരെ ന്യൂട്രലായിട്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാധ്യമ വാർത്ത വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഉൾപേജിലാണ് അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരു ഗഡു ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ എന്ന് മാത്രമാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദീപിക ഇടതുഭാഗത്ത് ചെറിയൊരു പ്രാധാന്യത്തോടുകൂടി ക്രിസ്മസ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ എന്ന തലക്കെട്ടോടുകൂടി നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ജന്മഭൂമി ആ വാർത്തയ്ക്ക് ആദ്യ പേജിൽ എവിടെയും പ്രാധാന്യം നൽകിയിട്ടില്ല. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 85 കടന്നു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി 85 കടന്നു. $1 വാങ്ങാൻ 85.313 രൂപ നൽകണം. ഇന്നലെ നഷ്ടം 19 പൈസ. അടുത്ത വർഷം പലിശ ഇളവ് 2 തവണ മാത്രമായിരിക്കുമെന്ന അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഡോളർ ഇൻഡെക്സും ബോണ്ട് വരുമാനവും കുതിച്ചുയർന്നതാണ് മറ്റ് കറൻസികളെ തളർത്തിയത്. ആ വാർത്ത മാതൃഭൂമി ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 85 കടന്നു എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിൽ ആ വാർത്തയ്ക്ക് ഇടമില്ല. ആദ്യ പേജിൽ എവിടെയും. മാധ്യമത്തിൽ താഴെ ചെറിയൊരു പ്രാധാന്യത്തോടുകൂടി വൻ തളർച്ച, ഡോളറിന് 85.08 രൂപ എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദീപികയിൽ ആ വാർത്ത എവിടെയും ആദ്യ പേജിൽ നൽകിയിട്ടില്ല. കേരള കൗമുദിയിൽ എവിടെയും ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. ജന്മഭൂമിയിൽ ആ വാർത്തയ്ക്ക് ഇടം നൽകിയിട്ടില്ല. നടി മീന ഗണേഷ് അന്തരിച്ചു എന്ന വാർത്ത മലയാള മനോരമ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. സിനിമ സീരിയൽ നാടക നടി മീന ഗണേഷ് അന്തരിച്ചു. ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം ശാന്തി തീരത്ത് നടത്തി എന്നുള്ളതാണ് ആ വാർത്ത. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന് മണ്ണു പര്യവേഷണ വകുപ്പിൽ 6 പേർക്ക് സസ്പെൻഷൻ. മണ്ണും ചാരി നിന്നവർ എന്ന പ്രയോഗം എത്ര ശരി എന്നുള്ളതാണ് ആ കാർട്ടൂൺ പരമ്പരയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മുംബൈ ബോട്ട് അപകടം, ഒരു മൃതദേഹം കൂടി കണ്ടെത്തി, 7 വയസ്സുകാരനായി തിരച്ചിൽ തുടരുന്നു എന്ന തലക്കെട്ടോടുള്ള വാർത്ത. മുംബൈ തീരക്കടലിൽ ബുധനാഴ്ച ബോട്ട് മുടങ്ങിയ സംഭവത്തിൽ ഒരാളുടെ മൃതദേഹം കൂടി വ്യാഴാഴ്ച കണ്ടെത്തിയതോടെ മരണം 14ആയി. ഇനി 7 വയസ്സുകാരനെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത. മുംബൈയിലെ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പത്രങ്ങളിലൊന്നും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയതായി കണ്ടിട്ടില്ല. പുതിയ വൈദ്യുതി കരാറുകളിൽ കമ്മീഷൻ, വില കൂടരുത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്ന കരാറുകൾ റദ്ദാക്കിയതിന് പകരം പുതിയ കരാറുകൾക്കുള്ള ടെൻഡർ വിളിക്കാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം നൽകി. വില കൂടിയ ന്യായീകരിക്കാനാവാത്ത കരാറുകളിൽ ഏർപ്പെടരുതെന്ന മുന്നറിയിപ്പോടെയാണ് അനുമതി നൽകിയത്. ഇനി അതേ വാർത്ത ദേശാഭിമാനി എവിടെയും പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല. മാധ്യമം ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം എവിടെയും ആദ്യ പേജിൽ നൽകിയിട്ടില്ല. ദീപിക ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. കേരള കൗമുദിയും ആ വാർത്തയ്ക്ക് വലിയ ഇടമോ പ്രാധാന്യമോ ഒന്നും നൽകിയിട്ടില്ല. ജന്മഭൂമിയും
വലിയ രീതിയിൽ അതിന് വലിയ പ്രാധാന്യമൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇനി മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയായ കാകദൃഷ്ടിയിൽ കാറിൽ പോകണോ നടന്നാൽ പോരെ, അമ്മായിയമ്മയെ കാണാൻ കാറിൽ സല്ലപിച്ചു പോകുന്നു, റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് വിജയരാഘവൻ, വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ കാറിൽ മൈ ഹെഡ് എന്നുള്ളതാണ് ആ കാർട്ടൂൺ പരമ്പരയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഒരു മണിയാർ 7 കമ്പനി, ഒരു മണിയാർ സമം 7 കമ്പനി എന്ന തലക്കെട്ടോടുകൂടി മണിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ കരാർ കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് പുതുക്കി നൽകാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കാനിടയില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ എതിർപ്പ് പരിഗണിക്കേണ്ടതില്ലെന്നാണ് SPM നേതൃത്വത്തിലെ ധാരണ. ഈ വാർത്തയും വലിയ പ്രാധാന്യത്തോടുകൂടി ഒരു പത്രത്തിലും കണ്ടില്ല. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകാത്തവർക്കും പരാതി നൽകാം എന്ന വാർത്ത മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകാത്തവർക്കും സിനിമാ മേഖലയിൽ ചൂഷണങ്ങളെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നോഡൽ ഓഫീസർക്ക് പരാതി നൽകാമെന്ന് ഹൈക്കോടതി. WCCയുടെ ആവശ്യം കണക്കിലെടുത്താണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയും അടങ്ങിയ ബെഞ്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. കൈമുട്ടുവേദനയ്ക്ക് ശസ്ത്രക്രിയ, കെട്ടിയത് പട്ടിയുടെ പല്ല്, കടിച്ചത് 1/4 നൂറ്റാണ്ട് മുൻപ്. പ്രത്യേകം ഒരു വാർത്ത നൽകുന്നു. വിട്ടുമാറാത്ത കൈമുട്ടുവേദന അലട്ടിയിരുന്ന 36-കാരന് ശസ്ത്രക്രിയ നടത്തിയപ്പോൾ കിട്ടിയത് പട്ടിയുടെ പല്ല്. 25 വർഷമായി പല്ല് കൈമുട്ടിലുണ്ടായിരുന്നു. 11-ാം വയസ്സിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെയാണ് തണ്ണീർമുക്കം കുട്ടിക്കൽ വൈശാഖിനെ പട്ടി കടിച്ചത്. ബുധനാഴ്ച താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലാണ് പല്ല് കണ്ടെത്തിയത്. ഏബൽ ആശ്വാസ തീരത്ത്, മുംബൈയിലെ ആ വാർത്ത മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. ഏബൽ ആശ്വാസ തീരത്ത് എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഹൈദരാബാദിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ, ഒഡീഷയ്ക്കെതിരെ കേരളത്തിന്റെ ആദ്യ ഗോൾ നേടിയ മുഹമ്മദ് അജ്സലിന്റെ ആഹ്ലാദ പ്രകടനം. മത്സരം 2-0 വിജയിച്ച കേരളം ക്വാർട്ടറിൽ കടന്നു. ആ ചിത്രം നൽകുന്നു. ഉൾപേജിൽ കൂടുതൽ വാർത്തകളും നൽകിയിട്ടുണ്ട്. അമിത്ഷായുടെ പ്രസംഗം പങ്കുവെച്ച കോൺഗ്രസ് നേതാക്കൾക്ക് എക്സിന്റെ നോട്ടീസ്. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിന്റെ വീഡിയോ പങ്കുവെച്ച കോൺഗ്രസ് നേതാക്കൾക്ക് സാമൂഹിക മാധ്യമമായ എക്സിന്റെ നോട്ടീസ്. പ്രസംഗം നീക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് എന്ന കോൺഗ്രസ് സാമൂഹ്യ മാധ്യമ വിഭാഗം മേധാവി സുപ്രിയ ശ്രീനേത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി ദേശാഭിമാനിയിലേക്ക് കിടക്കുമ്പോൾ ദേശാഭിമാനിയിൽ മറ്റ് പത്രങ്ങളിൽ പറയാത്ത പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും എന്നുള്ള വാർത്തയാണ്. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച പതാക ഉയരും. ചിറയൻകീഴിലെ ആനത്തലവട്ടം ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള പതാകയും തിരുവല്ലം ശിവരാജൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമര ജാഥയും 17 കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദീപശിഖാ റാലിയും വൈകിട്ട് 5:30 പൊതുസമ്മേളന നഗരിയായ വിഴിഞ്ഞത്തെ സീതാറാം യെച്ചൂരി നഗറിൽ സമാപിക്കും. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ ദേശാഭിമാനിയിൽ അങ്ങനെ ഒന്നും നൽകിയിട്ടില്ല. നടി മീനാ ഗണേഷ് അന്തരിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. നിയമസഭാ പുരസ്കാരം M. മുകുന്ദൻ എന്നുള്ള വാർത്ത ദേശാഭിമാനിയുടെ ആദ്യ പേജിൽ ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമത്തിലേക്ക് കിടക്കുമ്പോൾ മാധ്യമം മറ്റ് പത്രങ്ങളിൽ പറയാത്ത പ്രധാന വാർത്തകളൊന്നും തന്നെ മാധ്യമത്തിൽ നൽകിയിട്ടില്ല. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക കർണാടകയിൽ മലയാളി കർഷകനെ കാട്ടാന ചവിട്ടിക്കൊന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ആദ്യ പേജിൽ തന്നെ. അതുപോലെ തന്നെ വയനാട് പുഞ്ചിരിമട്ടം ഉരുൾ ദുരന്തബാധിതർക്കായി KCBC നടപ്പാക്കുന്ന പുനരധിവാസ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനം തോമാട്ടുചാലിൽ KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബെസിലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ നിർവഹിക്കുന്നു. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിക്ക് പ്രത്യേകമായൊരു വാർത്ത നൽകിയിട്ടുള്ളത് ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കേണ്ട, വീട്ടുമുറ്റത്ത് ഒത്തുകൂടാമെന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. മിണ്ടാനും പറയാനും ആരുമില്ലെന്ന വിഷമം വേണ്ട, ഫോണിലൊന്നും വിളിച്ചാൽ മതി. അയൽപ്പക്കക്കാരെ കൂട്ടി സോറ പറഞ്ഞിരിക്കാനൊരു സദസ്സ് വീട്ടുമുറ്റത്തൊരുക്കാൻ ആളുണ്ട്. എന്തു വിശേഷത്തിനും സംസാരമാവാം, പാട്ടാവാം, കഥ പറച്ചിലാവാം. ആലപ്പുഴയിൽ വിശ്രമ ജീവിതം നയിക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് ഹെൽത്തി ഏജിംഗ് മൂവ്മെൻറ്റ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ B. പത്മകുമാറിൻ്റെതാണ് ആശയം. കോവിഡ് കാലത്ത് ആരംഭിച്ചതാണ്. ഇതിനകം ഒട്ടേറെ സദസ്സ് നടത്തിക്കഴിഞ്ഞു. ടോക്കിംഗ് പാർലർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് കേരള കൗമുദി നൽകിയിട്ടുള്ളത് 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് നിർദ്ദേശിക്കാനാകുമോ? ഹൈക്കോടതിയെ വിമർശിച്ച് സുപ്രീം കോടതി. പാവം നാട്ടാനകൾ എന്ത് കാട്ടാന എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പുതിയ പേരിലും രൂപത്തിലും മുസ്ലിം ഭീകരവാദം രംഗത്തെത്തുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ 3ാം ബലിദാന ദിനം ആചരിച്ചു. സംസ്ഥാനത്ത് പുതിയ പേരിലും രൂപത്തിലും മുസ്ലിം ഭീകരവാദികൾ രംഗത്തെത്തുന്നതിന് ഭരണപ്രതിപക്ഷങ്ങൾ പിന്തുണ നൽകുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ കൊലപ്പെടുത്തിയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ 3ാം ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബയോമെഡിക്കൽ മാലിന്യം തള്ളൽ, മാലിന്യം നീക്കുന്നതിൻ്റെ ചെലവ് കേരളം വഹിക്കണമെന്ന് NGT. തമിഴ്നാട് അതിർത്തിയിൽ അനധികൃതമായ ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നത് തടയുന്നതിൽ പരാജയപ്പെടുന്നതിന് കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ദക്ഷിണേന്ത്യ ബെഞ്ച് 3 ദിവസത്തിനുള്ളിൽ കേരളം മാലിന്യം നീക്കണമെന്നും അതിനുള്ള ചെലവ് കേരള മാലിന്യ നിയന്ത്രണ ബോർഡിൽ നിന്ന് ഈടാക്കണമെന്നും NGD നിർദ്ദേശിച്ചു.
ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നു. നാളെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.